ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 8/11/2022. അപ്പം ഇന്നത്തെ നമുക്ക് പറയാം. അപ്പം ലണ്ടൻ ഓപ്പൺ ലഞ്ച് ഇതെന്താണ്? പ്രീ ന്യൂയോർക്ക് 8:30. യെസ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് പ്രൈസ് ആക്ഷൻ പറയാം. അപ്പോൾ ഇന്ന് ഏഷ്യ നമുക്ക് ഒരു ട്രെൻഡിങ് പോലെ സം മെഡിക്കേഷനൊക്കെ ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അത് നമുക്ക് ഡെയിലിയിൽ നോക്കാം. ഡെയിലിയിൽ ഇവിടെ ഇതിൻ്റെ മീൻ ത്രഷോൾഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 50% ആണ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ. നമുക്ക് ബോഡി നോക്കാം. ബോഡി മതി. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ 50% ആണ് ആദ്യത്തെ മെഡിക്കേഷൻ ഉണ്ടായത്. ഓക്കെ, ഇത് ഞാനൊരു ഗ്യാപ്പ് എടുത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആദ്യത്തെ 50% ഒരു മെഡിക്കേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 4 hour 50 minute പോകാം. ഓക്കെ, ആ 50 minute മെഡിക്കേഷൻ ചെയ്തു. ആ ഒരു 50% മെഡിക്കേഷൻ ചെയ്തു. ഇതാണ് ആ ഓർഡർ ബ്ലോക്ക് മെഡിക്കേഷൻ. എന്നിട്ട് പിന്നീട് വീണ്ടും ഇവിടെ വീണ്ടും ഒരു മെഡിക്കേഷൻ ചെയ്തു. ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ഓക്കെ, അതിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നത്. അതൊരു ലിക്വിഡിറ്റി ക്രിയേഷൻ മാത്രമാണ്. കാരണം നമ്മൾ ബൈ മോഡലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമ്മളുടെ ബൈ മോഡൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതിലിപ്പോൾ കറക്റ്റ് എത്തി നിൽക്കുകയാണ്. അപ്പം അത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു ഡെയിലി FEG ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പം സംസാരിക്കാം. അപ്പം ഇവിടെ നമ്മുടെ ഇന്ന് മെഡിക്കേറ്റ് ചെയ്തു. ഏഷ്യ മെഡിക്കേറ്റ് ചെയ്തു. ഇവിടെ ഒരു 4 hour FEG ഉണ്ടായിരുന്നു. 4 hour ആണോ 1 hour ആണോ? 4 hour FEG ഉണ്ടായിരുന്നു. ആ 4 hour FEG മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പുഷ് തന്നത്. ഓക്കെ, ആ ഒരു 4 hour FEG മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പുഷ് തന്നത്. പക്ഷേ അത് മേളിലേക്ക് പോയില്ല. ഇതിൻ്റെ മീൻ ത്രഷോൾഡിൽ അവിടെ മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് വന്നു. ഓക്കെ, ഇതാണ് FEG മെഡിക്കേഷൻ. നമുക്ക് ആ FEG റിഫൈൻ ചെയ്ത് ഇതിപ്പോൾ ഒരു 1 hour FEG ആണ്. ഓക്കെ, ഇപ്പോൾ ആ FEG മെഡിക്കേറ്റ് ചെയ്തു ഇവിടെ. എന്നിട്ടത് മേളിലേക്ക് പോയി. നമുക്ക് 50 minute പോകാം. സോ ഇതാണ് ഏഷ്യ. ഇത് നമ്മുടെ FEG ആണ്. അത് നമുക്ക് FEGയുടെ ഇത് തുടങ്ങാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ലെവലുകൾ അപ്പം ആഡ് ചെയ്യുന്നതാണ് ജസ്റ്റ്. അപ്പം മേളിലേക്ക് ബ്രേക്ക് തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. പിന്നെ താഴേക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്നു. അപ്പം 50 minute നമുക്കിനി 5 minute നോക്കാം. 5 minute ഡബിൾ എൻട്രി ആണ്. ഇവിടെ ആദ്യം ഒരു FEG ഫോം ചെയ്ത് മെഡിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും FEG ഫോം ചെയ്ത് ബ്രേക്ക് ചെയ്ത് മെഡിക്കേറ്റ് ചെയ്തു. സോ അതൊരു ഡബിൾ മെഡിക്കേഷൻ എൻട്രിയാണ്. എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരു സെക്കൻഡ് നമുക്ക് ലോ റിസ്കിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താണ് റെസിസ്റ്റൻസ് കുറവാണ്. ഹൈ റെസിസ്റ്റൻസ് ഇല്ലാത്ത എൻട്രിയാണ്. എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് വന്ന് ബ്രേക്ക് കയറണം. അപ്പം ആ ഒരു സ്വിങ് ആണ്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, മേളിലേക്ക് പോവില്ല. പിന്നെ ഇത് ലോ റെസിസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്രേക്ക് ആണ്. ഡബിൾ ബ്രേക്ക് റെസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ലോ റെസിസ്റ്റൻ്റ് ആണ്. സോ FEG ഫോം ചെയ്തു. നമുക്ക് അവിടെ നമ്മുടെ ഡബിൾ ബ്രേക്ക് എൻട്രി ആണത്. ഓക്കെ, ഡബിൾ ബ്രേക്ക് എൻട്രി ആണത്. അത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോയി. പിന്നീട് നമ്മുടെ ലണ്ടൻ ഓപ്പൺ ആയപ്പം ജസ്റ്റ് വീണ്ടും ഒരു സ്വീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്വീപ്പ് എടുത്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. പിന്നെ ഭയങ്കര കൺസോൾട്ടേഷൻ മൂവാണ്. പക്ഷേ കറക്റ്റ് അതുപോലെ തന്നെ മെഡിക്കേറ്റ് ചെയ്തു. പിന്നെയും താഴേക്ക് വന്നു. എന്നിട്ട് ലണ്ടൻ ഇവിടെ ഒരു OB ഉണ്ട്. ആ OB അല്ല, നമ്മൾ ഇവിടെ ഈ ലോ ടൈം ഫ്രെയിം OB, ഹയർ ടൈം ഫ്രെയിം മെഡിക്കേഷൻ ബ്ലോക്കാണ്. അപ്പം അതൊരു FEG മെഡിക്കേറ്റ് ചെയ്ത ബ്ലോക്കാണിത്. അപ്പോൾ അത് മെഡിക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിയാക്ഷൻ ബുള്ളിഷ് ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ തന്നു. അത് പിന്നീട് വീണ്ടും ഇവിടെ ഒരു FEGയിൽ മെഡിക്കേറ്റ് ചെയ്തു. മേളിലേക്ക് വീണ്ടും പോയി ബൈ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു.
പൈസയിൽ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തിട്ട് ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു. ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് താഴേക്ക് വന്നത്. അത് എത്ര മിനിറ്റ്, ഏത് മിനിറ്റ് FEG ആയിരുന്നു, ഞാനതെടുത്ത് വെച്ച്. 15 മിനിറ്റ് FEG ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഈക്വൽ ഹൈ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീണ്ടും അത് ഇവിടാണ് സ്വിങ് ബ്രേക്ക് വന്നത്, താഴേക്ക് വന്നു. പ്രീ ന്യൂയോർക്ക് നമ്മുടെ ട്രെൻഡിനെതിരെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. ഇവിടെ ഒരു ചെറിയ FEG ഉണ്ടായിരുന്നു. ആ FEG മെഡിക്കേറ്റ് ചെയ്തു. ആ FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വിത്ത് FEG തന്നു. ഇവിടെ ഒരു FEG ഉണ്ടായിരുന്നു, അത് മെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക് വന്നത്. പിന്നീട് ഡബിൾ ബ്രേക്ക് വന്നു നമുക്ക്. വീണ്ടും അതൊരു ഡബിൾ ബ്രേക്ക്, നമ്മുടെ ഇന്ന് ആ മോർണിംഗ് കണ്ട അതേ എൻട്രീസാണ്. അതൊരു FEG ഉണ്ടായിരുന്നു. ആ FEG മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് നമ്മളുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസിന് നേരെ നമ്മളുടെ ബൈ മോഡൽ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പരിപാടി, നമ്മുടെ സെൽ സൈഡ് ലിക്വിഡിറ്റീസ്. സെൽ സൈഡ് ലിക്വിഡിറ്റി FEG, ഒരു ഹയർ ടൈം ഫ്രെയിം FEG ഉണ്ടാവും. യെസ്, 50 മിനിറ്റ് FEG മെഡിക്കേഷൻ. യെപ്പ്. യെസ്, 50 മിനിറ്റ് FEG മെഡിക്കേഷൻ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, അതെല്ലാം ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ടോപ്പ്, വീണ്ടും ബ്രേക്ക് ഇൻ മാർക്കറ്റ് സ്ട്രക്ചർ ഡബിൾ സ്റ്റെപ്പാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് ചെറിയ FEG ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു ബ്രേക്ക് തന്നില്ല. സോ അത് മെഡിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് തന്നു. ബ്രേക്ക് തന്നപ്പം പിന്നീട് അത് റിവേഴ്സ് ചെയ്ത് ഈ മെഡിക്കേഷൻ ബ്ലോക്ക് മെഡിക്കേറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ബ്രേക്ക് തന്നു. അതിന് FEG ഉണ്ടായിരുന്നു, അത് മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും ബ്രേക്ക് തന്നു. ഇതൊരു സ്വിങ്ങാണ്. ഈ സ്വിങ് ബ്രേക്ക് തന്നത് FEG ആണ്. അത് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു, ഷൂട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ട്രേഡ് എടുക്കണ്ടെന്ന് പറയാൻ കാരണം, ഈ ന്യൂസ് എങ്ങനെയാണ് ഈ ഡെലിവറി തരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ സംടൈംസ് ഇങ്ങനൊരു മൂവ് തന്ന് വീണ്ടും മേളിലേക്ക് പോകാറുണ്ട്, നല്ലൊരു ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞിട്ട് വീണ്ടും മേളിലേക്ക്. സോ അതാണ് ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ ട്രേഡ് ചെയ്യാത്തത്. സോ അത്രയേ ഉള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ ഈ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ICTയുടെ കോൺസെപ്റ്റാണ്. എൻ്റേതായിട്ടൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇത് ICTയുടെ കോൺസെപ്റ്റുകളാണ് ഫുള്ള്. ഇത് എൻ്റെ രീതിയിൽ ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഈ വരയ്ക്കുന്നതും ഈ ഏഷ്യയൊക്കെ അടയാളപ്പെടുത്തുന്നതും ഒക്കെ എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അതിനകത്ത് ICTയുടെ കോൺസെപ്റ്റിൽ നിന്ന് ഒരു വ്യത്യാസവും വരില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ഗൈസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.